ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. മോഹൻ താനൂർ ഡ്രോയിങ് ടിപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഈ വീഡിയോയിൽ പെൻസിൽ ഷെയ്ഡിങ്ങിനെ കുറിച്ചാണ് വിവരിക്കാൻ പോകുന്നത്. വെളിച്ചമില്ലെങ്കിൽ നമുക്ക് ഒന്നും കാണാൻ കഴിയില്ല. പ്രകാശം വസ്തുക്കളിൽ തട്ടി പ്രതിഫലിച്ച് നമ്മുടെ കണ്ണുകളിൽ എത്തുമ്പോഴാണ് വസ്തുക്കളെ കാണാൻ കഴിയുന്നതെന്ന് നമുക്കറിയാം. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഇടിമിന്നൽ, തീ മുതലായവ പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന വെളിച്ചത്തിൻ്റെ ഉറവിടങ്ങളാണ്. എണ്ണവിളക്ക്, മെഴുകുതിരി, തീപ്പെട്ടി, ഗ്യാസ് ലൈറ്റർ, ഇലക്ട്രിക് ബൾബുകൾ, ട്യൂബുകൾ മുതലായ മനുഷ്യനിർമ്മിതമായവയിൽ നിന്നുമൊക്കെ നമുക്ക് വെളിച്ചം ലഭിക്കുന്നു. ഇവയിൽ നിന്നൊക്കെ വസ്തുക്കളിൽ പതിക്കുന്ന വെളിച്ചത്തിൻ്റെ തീവ്രതയ്ക്ക് വ്യത്യാസമുണ്ടായിരിക്കും. പ്രകാശത്തിൻ്റെ തീവ്രതയ്ക്കും വസ്തുക്കളുടെ നിറത്തിനുമനുസരിച്ച് ഷെയ്ഡിങ്ങിലും വ്യത്യാസമുണ്ടായിരിക്കും. ഒരു വസ്തുവിൽ വെളിച്ചം നേരിട്ട് പതിക്കുന്ന ഭാഗം ആ വസ്തുവിൻ്റെ നിറത്തേക്കാൾ കൂടുതൽ വെളുത്തിരിക്കും. വെളിച്ചം തട്ടാത്ത ഭാഗം കൂടുതൽ ഇരുണ്ടിരിക്കും. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്കുള്ള ഭാഗം ഇരുളും വെളിച്ചവും തമ്മിൽ ലയിച്ചു ചേർന്നിരിക്കുന്നതായി കാണാം. ഇവയെ നമുക്ക് പല ടോണുകളായി വേർതിരിക്കാം. ഇനി നമുക്കൊരു ചിത്രം വരച്ച് പെൻസിൽ ഷെയ്ഡ് ചെയ്ത് നോക്കാം. വേഗം പെൻസിലും പേപ്പറും ഒക്കെ എടുത്ത് റെഡി ആയിക്കോളും. ആദ്യം നമുക്ക് ഇങ്ങനെ ഒരു വൃത്തം വരയ്ക്കാം. വരയ്ക്കുമ്പോൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് അധികം അമർത്താതെ വരയ്ക്കാൻ ശ്രമിക്കുക എന്നതാണ്. വരയ്ക്കുമ്പോൾ തെറ്റിപ്പോയാൽ അത് മായ്ച്ചു കളയാൻ എളുപ്പമാകും. തെറ്റായ ഭാഗം മായ്ച്ചു കളഞ്ഞ് ശരിയായി വരച്ചു തീർക്കാം. ഈ വൃത്തത്തെ നമുക്ക് ഒരു ഗോളമായി ഷെയ്ഡ് ചെയ്ത് നോക്കാം. ഈ ഭാഗത്ത് വെളിച്ചം നേരിട്ട് പതിക്കുന്നതായി തീരുമാനിച്ച് നമുക്ക് ഷെയ്ഡ് ചെയ്ത് നോക്കാം. വെളിച്ചം ഏത് ഭാഗത്താണോ ഒരു വസ്തുവിൽ നേരിട്ട് പതിക്കുന്നത് അതിനനുസരിച്ചായിരിക്കണം ഷെയ്ഡ് ചെയ്യേണ്ടത്. വെളിച്ചത്തിൽ നിന്നും ഇരുട്ടിലേക്ക് പോകുന്നതിനനുസരിച്ച് 5 ഭാഗങ്ങളായി അഥവാ ടോണുകളായി വേർതിരിക്കുകയാണ്. വെളിച്ചം നേരിട്ട് പതിക്കുന്ന ഭാഗത്തെ ഹൈലൈറ്റ് എന്ന് വിളിക്കാം. ഈ ഭാഗം കൂടുതൽ വെളുത്തിരിക്കുന്നത് കൊണ്ടാണ്. ഹൈലൈറ്റിനോട് ചേർന്നിരിക്കുന്ന ഈ ഭാഗം ലൈറ്റ്. വസ്തുവിൻ്റെ യഥാർത്ഥ നിറം കാണുന്ന ഭാഗമാണിത്. ലൈറ്റ് ടോണിനോട് ചേർന്ന് കാണുന്ന ഈ ഭാഗം ഹാഫ് ടോൺ. വെളിച്ചത്തിൽ നിന്നും അകന്നു നിൽക്കുന്ന ഈ ഭാഗത്തെ ഷാഡോ അല്ലെങ്കിൽ ഡെപ്ത് എന്ന് വിളിക്കുന്നു. ഈ ഭാഗത്തെ റിഫ്ലക്റ്റഡ് ലൈറ്റ് എന്ന് പറയുന്നു. അതായത് ഒരു വസ്തു നിൽക്കുന്ന പ്രതലത്തിലോ ആ വസ്തുവിന് സമീപത്തുള്ള മറ്റു വസ്തുവിലോ വെളിച്ചം തട്ടുമ്പോൾ അത് പ്രതിഫലിച്ച് അടുത്തു നിൽക്കുന്ന വസ്തുവിൻ്റെ ഇരുണ്ട ഭാഗത്ത് പതിക്കുമ്പോഴുള്ള പ്രതിഫലന പ്രകാശത്തെയാണ് റിഫ്ലക്റ്റഡ് ലൈറ്റ് എന്ന് പറയുന്നത്. ഒരു വസ്തുവിൽ വെളിച്ചം പതിക്കുമ്പോൾ അതിൻ്റെ എതിർഭാഗത്ത് തറയിലോ മറ്റു വസ്തുക്കളിലോ പതിക്കുന്ന നിഴലിനെയാണ് കാസ്റ്റ് ഷാഡോ എന്ന് വിളിക്കുന്നത്. പെൻസിൽ ഷെയ്ഡ് ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഇനി ഷെയ്ഡ് ചെയ്തു തുടങ്ങാം.
ടോണുകൾ തിരിച്ചറിയാത്ത വിധം ബ്ലെൻഡിംഗ് ടൂൾ ഉപയോഗിച്ച് ലയിപ്പിച്ചെടുക്കാം. കാസ്റ്റ് ഷാഡോ ചെയ്യുമ്പോൾ അതിൻ്റെ അരിക് അല്പം ബ്ലെൻഡ് ചെയ്യാം. ഹൈലൈറ്റ് കുറച്ചുകൂടി കൂട്ടാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ കൂടി അഭ്യർത്ഥിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.